നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷനാണ്. ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആറും ആൽഫയും അറ്റോമിക് പോളറൈസബിലിറ്റി ആൽഫയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിലേറ്റ്സ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ to atomic polarizability alpha. The relation is given by n alpha divided by 3 epsilon 0 equal to epsilon r minus 1 divided by epsilon r plus 2. ഇവിടെ ആൽഫ അറ്റോമിക് പോളറൈസബിലിറ്റിയും എപ്സിലോൺ ആർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ ഈസ് എ റിലേഷൻ ദാറ്റ് കണക്ട് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ ആൻഡ് അറ്റോമിക് പോളറൈസബിലിറ്റി ആൽഫ. എൻ ആൽഫ ഡിവൈഡ് ബൈ 3 എപ്സിലോൺ 0 ഈക്വൽ ടു എപ്സിലോൺ ആർ മൈനസ് 1 എപ്സിലോൺ ആർ പ്ലസ് 2. ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം, അറ്റോമിക് പോളറൈസബിലിറ്റി, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇനി ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ് എൻ ബി ദി നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം. ടോട്ടൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു സോളിഡിലോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ആവും. ഇപ്പോൾ ഒരു സോളിഡ് വെറുതെ ഇരിക്കുമ്പോഴത്തേനും അതിൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ചാർജസ് ഉണ്ടാവാം. അതിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു ഡിസ്റ്റർബൻസ് വരും. അതായത് ഒരു സോളിഡ് ഇരിക്കുന്നു, അതിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജസ് അതിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഡിസ്പ്ലേസ് ആകും. അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ പോളറൈസേഷൻ സംഭവിക്കുകയും ഒരു ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ when an external electric field E is applied to a solid, the electric charges are displaced and polarization occurs. Hence, a dipole moment is induced. The total polarization is given by P is equal to n alpha E internal. ഈ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ആ സോളിഡിൽ ഇൻറ്റേർണലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഇത് ഇപ്പോൾ ടോട്ടൽ പോളറൈസേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോളറൈസേഷൻ്റെ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഓൾസോ ഹാവ്. നമുക്കിതിൽ ഈ ഇൻറ്റേർണലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. പിയുടെ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്സിലോൺ ആർ മൈനസ് 1 ഇൻറ്റു എപ്സിലോൺ 0 ഇ.
ഇവിടുന്ന് ഇ നമുക്ക് എടുക്കണം. അതിന് മുമ്പ് ഈ എപ്സിലോൺ 0 അകത്തോട്ട് കൊടുക്കുമ്പോഴത്തേനും പി എന്ന് പറയുന്നത് എപ്സിലോൺ ആർ എപ്സിലോൺ 0 മൈനസ് എപ്സിലോൺ 0 ഇൻറ്റു ഇ. ഇവിടെ ഇ എന്ന് പറയുന്നത് പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ ആറാണ്. അപ്പോൾ എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0, ഇ എന്ന് പറയുന്നത് പി ബൈ എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0. അപ്പം ഇനി ഈ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഇൻഡ്യൂസ്ഡ് ആ ഡൈപോൾ മൊമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പി ബൈ 3 എപ്സിലോൺ 0. ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ പ്ലസ് പി ബൈ 3 എപ്സിലോൺ 0. ഇവിടെ നമ്മൾ ഈ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ഇൻറ്റേർണൽ ഈസ് ഈക്വൽ ടു പി ബൈ എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0 പ്ലസ് പി ബൈ 3 എപ്സിലോൺ 0. ഈ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് പി കോമൺ എടുത്തു കഴിഞ്ഞാൽ പി കോമൺ എടുത്തിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 1 ബൈ എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0 പ്ലസ് 1 ബൈ 3 എപ്സിലോൺ 0, അതായത് പി ഇൻറ്റു 3 എപ്സിലോൺ 0 പ്ലസ് എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0, അതായത് പി ഇൻറ്റു 2 എപ്സിലോൺ 0 പ്ലസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0. ഇത്രയാണ് ഈ ഇൻറ്റേർണലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ വാല്യൂ നമ്മൾ ഈ പിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കണ്ടുപിടിച്ച സബ് വാല്യൂസ് എന്തൊക്കെയാണ്, ഇയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ അത് ഈ ഇൻറ്റേർണലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇൻറ്റേർണലിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ദെൻ വി ഹാവ് പി ഈസ് ഈക്വൽ ടു എൻ ആൽഫ ഇ ഇൻറ്റേർണൽ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും പി എന്ന് പറയുന്നത് എൻ ആൽഫ പി 2 എപ്സിലോൺ 0 പ്ലസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പിയും പിയും കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു എൻ ആൽഫ, പിന്നെ ഈ 3 എപ്സിലോൺ 0 പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 3 എപ്സിലോൺ 0 ഇൻറ്റു ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം, 2 എപ്സിലോൺ 0 പ്ലസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ മൈനസ് എപ്സിലോൺ 0. ഇനി ഇതിൽ നിന്ന് ഒരു എപ്സിലോൺ പുറത്തോട്ട് എടുക്കണം, അതായത് 1 ഈസ് ഈക്വൽ ടു എൻ ആൽഫ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു 2 പ്ലസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 പുറത്തോട്ട് എടുത്ത് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 മൈനസ് 1. നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ ആറാണ്. അപ്പോൾ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ എപ്സിലോൺ 0, എപ്സിലോൺ ബൈ എപ്സിലോൺ 0ക്ക് എപ്സിലോൺ ആറെന്ന് കൊടുക്കാം. അതായത് എൻ ആൽഫ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 ഇൻറ്റു ഇത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ എപ്സിലോൺ ആർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ മൈനസ് 1, അതായത് എൻ ആൽഫ ഡിവൈഡഡ് ബൈ 3 എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ പ്ലസ് 2. ഇതാണ് ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ. ഈ ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക്കൽ പോളറൈസബിലിറ്റി ഓഫ് ആൻ ആറ്റം. It can be used to calculate electrical polarizability of an atom.
ഇനി പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് അഡിക്റ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ പോളറൈസബിലിറ്റി ഈസ് ആൻ അഡിക്റ്റീവ് ക്വാണ്ടിറ്റി it can be used to predict dielectric constant of new material. Polarizability is an additive quantity, thus it can be used to predict dielectric constant of new material. ഇവിടെ ടോട്ടൽ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ ഇ പ്ലസ് എപ്സിലോൺ ഐ പ്ലസ് എപ്സിലോൺ ഡി. അതായത് ഇലക്ട്രോണിക് അയോണിക് ഡൈപോളർ പോളറൈസബിലിറ്റിയുടെ സമ്മാണ് ടോട്ടൽ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയാണ് ക്ലോഷ്യസ് മൊസോട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോഷ്യസ് മൊസോട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആറും അപ്പോൾ അറ്റോമിക് പോളറൈസബിലിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ക്ലോഷ്യസ് മൊസോട്ട് ഇക്വേഷൻ എന്താണ്? എൻ ആൽഫ ക്യാപിറ്റൽ എൻ ആൽഫ ഡിവൈഡ് ബൈ 3 എപ്സിലോൺ 0 ഈക്വൽ ടു എപ്സിലോൺ ആർ -1 ഡിവൈഡ് ബൈ എപ്സിലോൺ ആർ +2. ഇനി ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് എൻ ആണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം എന്നുണ്ടെങ്കിൽ ഒരു സോളിഡിലായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജസ് ഡിസ്പ്ലേസ് ആകും, അവിടെ പോളറൈസേഷൻ സംഭവിക്കും, ഡൈപോൾ മൊമെൻറ്റ് സ്മോൾ പി ഉണ്ടാകും. ഇവിടെ ടോട്ടൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് എൻ ആൽഫ ഇ ഇൻറ്റേർണൽ ആണ്. അപ്പോൾ പിക്ക് ടോട്ടൽ പോളറൈസേഷനുള്ള അനദർ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്സിലോൺ ആർ -1 എപ്സിലോൺ 0 ഇ ആണ്. അതിനെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഇ കണ്ടുപിടിക്കും. ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫീൽഡ് പ്ലസ് പോളറൈസേഷൻ കാരണം ഉണ്ടാകുന്ന ഫീൽഡ്, അതെന്ന് പറയുന്നത് P/3 എപ്സിലോൺ 0 ആണ്. അപ്പോൾ ഈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഇൻറ്റേർണൽ കണ്ടുപിടിക്കും. അത് തിരിച്ച് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഈ പി ഈക്വൽ എൻ ആൽഫ ഈ ഇൻറ്റേർണൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എൻ ആൽഫ ബൈ 3 എപ്സിലോൺ 0 ഈക്വൽ ടു എപ്സിലോൺ ആർ -1 ബൈ എപ്സിലോൺ ആർ +2 എന്നുള്ളത് കിട്ടി. ഇതാണ് ക്ലോഷ്യസ് മൊസോട്ട് ഇക്വേഷൻ. ഇത് ഇലക്ട്രിക്കൽ പോളറൈസബിലിറ്റി ഓഫ് ആറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. പോളറൈസബിലിറ്റി ഒരു അഡിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ന്യൂ മെറ്റീരിയൽസിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ഇ പ്ലസ് എപ്സിലോൺ ഐ പ്ലസ് എപ്സിലോൺ ഡി ആണ്. ഇനി നമുക്ക് ഈ എപ്സിലോൺ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി, എപ്സിലോൺ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്, എപ്സിലോൺ ഐ എന്ന് പറയുന്നത് അയോണിക് പോളറൈസബിലിറ്റി, എപ്സിലോൺ ഡി എന്ന് പറയുന്നത് ഡൈപോളാർ പോളറൈസബിലിറ്റി. ഇനി നമുക്ക് ആ 3 ടേംസ് ആണ് നോക്കേണ്ടത്. ഇനി നമുക്ക് ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിക് പോളറൈസേഷൻ അറൈസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് ക്ലൗഡ്സ് കാരണമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോൺ ക്ലൗഡും ഉണ്ട്, സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ്ഡ് ന്യൂക്ലിയസും ഉണ്ട്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകും. അതായത് പോസിറ്റീവും നെഗറ്റീവും ചാർജും നോർമൽ ഡിസ്റ്റൻസിൽ നിന്നും മാറി നിൽക്കും. ഇത് പോളറൈസ് ആകും. അതായത് ആ ഫീൽഡിനനുസരിച്ച് ഇത് പോളറൈസ് ആകും. നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് പോളറൈസ് ചെയ്യും. പോസിറ്റീവ് ചാർജ്ഡ് അതിന് ഫീൽഡിന് പാരലലായിട്ട് മൂവ് ചെയ്യും. അതായത് ഒരു ചാർജ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും, ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് ഇലക്ട്രോൺസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ഇങ്ങനെ ഡിസ്പ്ലേസ് ആവും. അപ്പോൾ ഇലക്ട്രോണിക് പോളറൈസേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? ഇലക്ട്രോണിക് പോളറൈസേഷൻ അറൈസസ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് നെഗറ്റീവ് ഇലക്ട്രോൺ ക്ലൗഡ് ആൻഡ് പോസിറ്റീവ് ചാർജ്ഡ് ന്യൂക്ലിയസ് ഇൻ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് of electron cloud relative to positive charged nucleus in the presence
ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ക്ലൗഡ് മൂവ്സ് ഓപ്പോസിറ്റ് ടു അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ്ലി ചാർജ്ഡ് electron moves anti-parallel to the field, creating an electric dipole parallel to the field. Negatively charged electron moves anti-parallel to the field, creating an electric dipole parallel to the field. ഇനി കോൺട്രിബ്യൂഷൻസ്, ഇങ്ങനത്തെ കോൺട്രിബ്യൂഷൻ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി എവിടെയാണ് വരുന്നത്? ഡയമണ്ട് പോലുള്ള മെറ്റീരിയൽസിലാണ്. ദ കോൺട്രിബ്യൂഷൻ ഈസ് കോമൺ ഇൻ മെറ്റീരിയൽസ് ലൈക്ക് ഡയമണ്ട് വെയർ അതർ എഫക്റ്റ് അയോണിക് അല്ലെങ്കിൽ ഡൈപോളർ എഫക്ട്സ് ആർ ആബ്സെൻറ്റ്. ഇനി പോളറൈസബിലിറ്റി വേഴ്സസ് ഫ്രീക്വൻസി കർവ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയമണ്ടിൻ്റെ കർവ് നോക്കിക്കഴിഞ്ഞാൽ എപ്സിലോൺ ആർ ആണ് കൂടുതൽ, അതായത് ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി ആണ് കൂടുതൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയോണിക്കും ഡൈപോളാറും പോളറൈസബിലിറ്റി ആബ്സെൻ്റ് ആണ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസിയിൽ പോളറൈസബിലിറ്റി വേഴ്സസ് ഫ്രീക്വൻസി കർവ് നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ കേസിൽ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി ആണ് കൂടുതൽ, അയോണിക്കും ഡൈപോളാറും ആബ്സെൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനേർഷ്യ ഓഫ് അയോൺസിന് ഇനേർഷ്യ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡൈപോളാറിലും അയോണിക്കിലും പോളറൈസബിലിറ്റീസ് ആബ്സെൻ്റ് ആയിരിക്കും, ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി ആയിരിക്കും കൂടുതൽ. ദിസ് കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ arises in materials This kind of contribution arises in materials like a diamond where other effects are absent. ഇനി പോളറൈസബിലിറ്റി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ്. ഇൻ പോളറൈസബിലിറ്റി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ്, അതായത് ആൽഫ വേഴ്സസ് ഒമേഗ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ, കർവ് നോക്കിക്കഴിഞ്ഞാൽ എപ്സിലോൺ ആർ അറൈസസ് എൻറ്റയർലി, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അറൈസസ് എൻറ്റയർലി ഡ്യൂ ടു ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് അറൈസസ് എൻറ്റയർലി ഔട്ട് ഓഫ് ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി. എപ്സിലോൺ ഐ ആൻഡ് ആൽഫ ഐ ആൻഡ് ആൽഫ ഡി അയോണിക് ആൻഡ് ഡൈപോളർ പോളറൈസബിലിറ്റി ആർ ആബ്സെൻറ്റ് അറ്റ് ഹൈ ഫ്രീക്വൻസി ഡ്യൂ ടു ഇനർഷ്യ ഓഫ് അയോൺസ്. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഏത് പോളറൈസബിലിറ്റി വേഴ്സസ് ഫ്രീക്വൻസി പോളറൈസബിലിറ്റി, ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് 10⁻², 10⁻6, 10⁻10, 10⁻14, 10⁻16. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇത് ലോവർ ഫ്രീക്വൻസീസിലാണ്, ഇത് മീഡിയം ഫ്രീക്വൻസി, ഇത് ഹൈ ഫ്രീക്വൻസി ഏരിയയാണ്. ഇത് എപ്സിലോൺ ഇ, ഇത് എപ്സിലോൺ ആൽഫ ഇ, ആൽഫ ഐ, ആൽഫ ഡി.
ഇലക്ട്രോണിക്, അയോണിക്, ഡൈപോളാർ. അപ്പോൾ ഹയർ ഫ്രീക്വൻസീസിൽ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇത് ടോട്ടൽ പോളറൈസബിലിറ്റി. ഇനി ഈ ഹയർ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഡയമണ്ടിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത് ദിസ് കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ അറൈസസ് ഇൻ ഡയമണ്ട് ലൈക്ക് മെറ്റീരിയൽ. അവിടെ അത് ഒപ്റ്റിക്കൽ റേഞ്ചാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ ഡയമണ്ടിൽ എവിടെയാണ് നടക്കുന്നത്, കണ്ടക്ടിവിറ്റി ആണെങ്കിലും എന്ത് ഇലക്ട്രോണിക് പ്രോപ്പർട്ടി ആണെങ്കിലും ഡയമണ്ടിൽ എവിടെയാണ്, അവിടെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേമിലോട്ട് ട്രാൻസിഷൻ നടക്കും. അതെങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് EM വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് V ആണ്. V എന്ന് പറയുന്നത് C/√μ∈. C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, മ്യൂ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി, എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് V എന്ന് പറയുന്നത് C/√μ∈. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് N എന്ന് പറയുന്നത് C/V ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ C/V എടുത്തു കഴിഞ്ഞാൽ √μ∈ എന്ന് കിട്ടും. ഫോർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ മ്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ N എന്ന് പറയുന്നത് മ്യൂ 1 ആയി കഴിഞ്ഞാൽ N എന്ന് പറയുന്നത് √ε, N² എന്ന് പറയുന്നത് എപ്സിലോൺ ആയിട്ട് മാറും. ഇത്രയാണ് ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി അറൈസസ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് ആൻഡ് പോസിറ്റീവ് ചാർജ്ഡ് ന്യൂക്ലിയസ് ഇൻ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ മൂവ്സ് ആൻറ്റി പാരലൽ ടു ദ ഫീൽഡ് ക്രിയേറ്റിംഗ് എ ഡൈപോൾ പാരലൽ ടു ദ ഫീൽഡ്. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ അറൈസസ് ഇൻ ഡയമണ്ട് ലൈക്ക് മെറ്റീരിയൽ, അതർ എഫക്റ്റ് ആർ ആബ്സെൻറ്റ്. പോളറൈസബിലിറ്റി വേഴ്സസ് ഫ്രീക്വൻസി കർവ് നോക്കിക്കഴിഞ്ഞാൽ εr ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് അറൈസസ് എൻറ്റയർലി ഡ്യൂ ടു ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി, അതേഴ്സ് ആർ ആബ്സെൻറ്റ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് അയോൺസ്. ഇനി ഈ ഡയമണ്ടിൻ്റെ ഒക്കെ കേസിൽ, ഇങ്ങനത്തെ മെറ്റീരിയലിൻ്റെ കേസിൽ εr ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ട്രാൻസ്ഫേഴ്സ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി ഓഫ് EM വേവ് എന്ന് പറയുന്നത് C/√μ∈ ആണ്. അപ്പോൾ N എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് C/V, അതായത് √μ∈ എന്ന് വരും. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് മ്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ N എന്ന് പറയുന്നത് √ε ആണ്. അപ്പോൾ N² എപ്സിലോൺ ആയിട്ട് മാറും. അപ്പോൾ ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫർ ആകും, അതായത് അത് ചേഞ്ച് ചെയ്യും. 3ε = N² - 1 ഡിവൈഡഡ് ബൈ N² + 2 എന്ന് ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് അയോണിക് പോളറൈസബിലിറ്റിയാണ്. അയോണിക് പോളറൈസബിലിറ്റി. ഇവിടെ അയോണിക് പോളറൈസേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? അയോണിക് പോളറൈസേഷൻ അറൈസസ് ഫ്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ഇത് എവിടെയാണ് ഹാപ്പൻ ചെയ്യുന്നത്? അയോണിക് ക്രിസ്റ്റലിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കാറ്റയോൺസ് അല്ലെങ്കിൽ കാറ്റയോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ്, കാറ്റയോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും ആനയോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ടും ഡിസ്പ്ലേസ് ചെയ്യും. ഇറ്റ് അറൈസസ് ഡ്യൂ ടു, നേരത്തെ പോലെ തന്നെയാണ് ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി പോലെ തന്നെയാണ്, ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് അയോൺസ് റിലേറ്റീവ് ടു, അതായത് നെഗറ്റീവ് അയോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ് ടു നെഗറ്റീവ് അയോൺസ് ഇൻ ആൻ അയോണിക് ക്രിസ്റ്റൽ in presence of an external electric field. In presence of an external electric field.
Cations are displaced parallel to local field. The cations എന്ന് പറയുമ്പോഴത്തേനും പോസിറ്റീവ്. cations displaced parallel cations are displaced parallel to the field and anions displaced anions എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. ഈ എഫക്ട്സ് എല്ലാം എവിടെയാണ് പ്രസൻറ്റ്? സച്ച് എഫക്ട്സ് ആർ പ്രസൻറ്റ് ഇൻ ആൽക്കലി ഹാലൈഡ്സ് ആൻഡ് അയോണിക് സോളിഡ്സ്. Such effects are present in alkali halides and ionic solids. Electronic polarizability എവിടെയായിരുന്നു? ഡയമണ്ട്സ് പോലുള്ള മെറ്റീരിയൽസിലായിരുന്നു. അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേംസിലോട്ട് ക്ലോഷ്യസ്-മസോട്ടി ഇക്വേഷൻ മാറി. ഇവിടെ ആൽക്കലി ഹാലൈഡ്സിലും അയോണിക് സോളിഡ്സിലുമാണ് ഇങ്ങനത്തെ എഫക്റ്റ് പ്രസൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഈ അയോൺസിൻ്റെ കേസിൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഡിയും ചാർജ് ഓഫ് അയോൺസ് എന്ന് പറയുന്നത് ക്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് ക്യൂ ഡി ആയിട്ട് മാറും. ഇനി അയോണിക് പോളറൈസേഷൻ എന്ന് പറയുന്നത് ദെൻ അയോണിക് പോളറൈസേഷൻ പി അയോൺ എന്ന് പറയുന്നത് എൻ ക്യൂ ഡി. Then ionic polarization is given by P ion is equal to NQT. ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇവിടെ അയോണിക് പോളറൈസേഷൻ എന്ന് പറയുന്നത് P ion എന്ന് പറയുന്നത് NQD. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഇത്രയാണ് അയോണിക് പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻ അയോണിക് ക്രിസ്റ്റൽസ്. അയോൺസ് ആണെങ്കിൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് പോകും, കാറ്റയോൺസ് ആണെങ്കിൽ ഫീൽഡിന് പാരലൽ ആയിട്ട് പോകും. ഈ എഫക്ട്സ് ഒക്കെ എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ആൽക്കലി ഹാലൈഡ്സിലും അയോണിക് സോളിഡ്സിലുമാണ്. ഇനി അയോണിക് പോളറൈസേഷൻ എന്ന് പറയുന്നത് NQD ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ഇനിയുള്ളത് ഡൈപോളർ പോളറൈസബിലിറ്റി ആണ്. ഇനി ഈ ഡൈപോളാർ പോളറൈസബിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും പോളാർ മോളിക്യൂൾസും ഉണ്ട്, നോൺ പോളാർ മോളിക്യൂൾസും ഉണ്ട്. പോളാർ മോളിക്യൂൾസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും പോസിറ്റീവിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ കോയിൻസൈഡ് ചെയ്യത്തില്ല. അതാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ H2O, ഇത് O, ഇത് H, ഇത് H. ഇതിൻ്റെ ചാർജസിൻ്റെ സെൻറ്റർ പോസിറ്റീവ് ചാർജസിൻ്റെയും നെഗറ്റീവ് ചാർജസിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യത്തില്ല. ഇതാണ് H2O. ഇപ്പോൾ ഇത് പോളാർ. ഇനി നോൺ പോളാർ നോക്കിക്കഴിയുമ്പോഴത്തേനും CO, CO2, H2O. ഇതിൻ്റെ സെൻറ്റേഴ്സ് ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ഇതിന് ഡൈപോൾ മൊമെൻറ്റ് മ്യൂ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. ഇതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇൻ പോളാർ മോളിക്യൂൾസ് സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്, സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് കോയിൻസൈഡ്. Each molecule has a non-zero dipole moment in absence of electric field. പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കും.
the dipole moment is non-zero in absence of electric field, external electric field. ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് റാൻഡംലി ഓറിയൻറ്റഡ് ആണ്. ദീസ് മോളിക്യൂൾസ് ആർ റാൻഡംലി ഓറിയൻറ്റഡ്. അജിറ്റേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് ഇതിനെ പോളർ ആക്കി കഴിഞ്ഞാൽ ആ മൊമെൻറ്റ് ക്യാൻസലായി പോകും. അജിറ്റേഷൻസ് ക്യാൻ ക്യാൻസൽ ദി ഡൈപോൾ മൊമെൻറ്റ്സ്. ഇനി ഡൈപോളാർ പോളറൈസബിലിറ്റി ഈസ് വാലിഡ് ഇൻ മെറ്റീരിയൽസ് ഹാവിങ് കോംപ്ലക്സ് അയോൺസ്. ഡൈപോളാർ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള കോംപ്ലക്സ് അയോൺസിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. Dipolar polarizability is valid in materials. Dipolar polarizability is valid in materials having complex ions. Having permanent dipole moment. കോംപ്ലക്സ് അയോൺസിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾസിലാണ് ഡൈപോളർ പോളറൈസബിലിറ്റി പ്രസൻ്റ് ആകുന്നത്. ഇപ്പോൾ നമ്മൾ അയോണിൻ്റെ കേസ് പറഞ്ഞു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും, അതായത് ആ ടേണിംഗ് ഫോഴ്സ് വരും. അപ്പോൾ ആ ടോർക്ക് എന്ന് പറയുന്നത് ദ ടോർക്ക് എക്സെർട്ടഡ് ബൈ the field, torque exerted by the field E on dipole is torque is equal to P cross E. ഇവിടെ P എന്ന് പറയുന്ന ഡൈപോൾ മൊമെൻറ്റ്, ടോ എന്ന് പറയുന്നത് P ക്രോസ് E. ഇനി അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് P ക്രോസ് E. ഇനി പൊട്ടൻഷ്യൽ എനർജി, ദ പൊട്ടൻഷ്യൽ എനർജി mu is equal to minus P dot E. അതായത് mu എന്ന് പറയുന്നത് മൈനസ് പി ഇ കോസ് തീറ്റ. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ. ഇനി പോളറൈസബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഡൈപോൾ എന്ന് പറയുന്നത് ബോൾസ്മാൻ ഫാക്ടറിന് പ്രൊപ്പോർഷണൽ ആണ്. ദ പ്രോബബിലിറ്റി of finding dipole is proportional to Boltzmann's factor. അതായത് എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ മൈനസ് യു ബൈ കെ ടി. അതായത് എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ മൈനസ് മ്യൂ ആണ്. മ്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ഇ കോസ് തീറ്റ ബൈ കെ ടി. ഇനി ആവറേജ് മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ പെർ ഡൈപോൾ എന്ന് പറയുന്നത് ദ ആവറേജ് മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ പെർ ഡൈപോൾ. ആവറേജ് മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ പെർ ഡൈപോൾ എന്ന് പറയുന്നത് പി ബാർ ആണ്. പി ബാർ എന്ന് പറയുന്നത് എൻ ഇൻറ്റു, അപ്പോൾ നമ്മളിവിടെ 1, 2, 3, 4 ടേംസ് ആണ്. ടോർക്ക്, പൊട്ടൻഷ്യൽ എനർജി, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഡൈപോൾ, പ്രൊപ്പോർഷണൽ ടു ബോൾട്ട്സ്മാൻ ഫാക്ടർ. പി എന്ന് പറയുന്നത് എൻ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ പി എക്സ് എഫ് ഓഫ് തീറ്റ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to പൈ എഫ് ഓഫ് തീറ്റ ഡി ഒമേഗ. പി ബാർ എന്ന് പറയുന്നത് എൻ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ പി എക്സ് എഫ് ഓഫ് തീറ്റ ഡി ഒമേഗ ഇൻ്റഗ്രൽ 0 to പൈ എഫ് ഓഫ് തീറ്റ ഡി ഒമേഗ. ഇവിടെ
ഇവിടെ ഇപ്പോൾ ഡിനോമിനേറ്റർ വരുമ്പോൾ ഈ സെയിം സംഭവം തന്നെ പി എക്സ് ഇല്ലാതെയാണ് വന്നേക്കുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ അത് കട്ടായി പോകത്തില്ല, ഇൻ്റഗ്രേഷനാണ്. ഇവിടെ പി എക്സ് എന്ന് പറയുന്നത് പി കോസ് തീറ്റയും ഡി ഒമേഗ എന്ന് പറയുന്നത് 2π സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ബാർ എന്ന് പറയുന്നത് n ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π ഫസ്റ്റ് പി എക്സ് എന്ന് പറയുന്നത് പി കോസ് തീറ്റ ഇൻറ്റു എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ പി ഇ കോസ് തീറ്റ ബൈ കെ ടി, ഡി ഒമേഗ എന്ന് പറയുന്നത് 2π സൈൻ തീറ്റ ഡി തീറ്റ. ഡിനോമിനേറ്ററിൽ ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് തീറ്റ എക്സ്പോണൻഷ്യൽ പി ഇ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കെ ടി ഇൻറ്റു 2π സൈൻ തീറ്റ ഡി തീറ്റ. ഈ വാല്യൂസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് പി ബാർ എന്ന് പറയുന്നത് എൻ പി കോട്ട് എച്ച് എ മൈനസ് എൻ പി കോട്ട് എച്ച് എ മൈനസ് 1/a. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാല്യൂവിന് എൽ ഓഫ് എ എന്ന് എഴുതാം. പി ബാർ ഈസ് ഈക്വൽ ടു എൻ പി എൽ ഓഫ് എ. ഇവിടെ എൽ ഓഫ് എ എന്ന് പറയുന്നത് ലാൻജവിൻസ് ഫംഗ്ഷൻ ആണ്. വേർ ലാൻജവിൻസ് ഫംഗ്ഷൻ എൽ ഓഫ് എ ഈസ് ഈക്വൽ ടു കോട്ട് എച്ച് എ മൈനസ് 1/a. ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ കോട്ട് എച്ച് എയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1/a പ്ലസ് a/3 പ്ലസ് a³ 45 പ്ലസ് എക്സെട്ര ആണ്. ഹയർ ടൈംസ് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/a പ്ലസ് a/3 എന്ന് വരും. ഇനി കോട്ട് എച്ച് എ മൈനസ് 1/a എന്ന് പറയുന്നത് a/3 വരും. അതായത് എൽ ഓഫ് എയുടെ വാല്യൂ a/3 എന്ന് പറയും. കോട്ട് എച്ചിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്. ഹയർ ഓർഡർ ടൈംസ് നെഗ്ലക്ട് ചെയ്താൽ 1/a പ്ലസ് a/3 എന്ന് വരും. കോട്ട് എച്ച് എ മൈനസ് 1/a എടുത്തു കഴിഞ്ഞാൽ a/3 മാത്രം വരും. അപ്പോൾ ലാൻജവിൻ ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് a/3 വരും. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ബാർ എന്ന് പറയുന്നത് എൻ പി a/3 എന്ന് വരും. ഇനി നമുക്കറിയാവുന്നൊരു കാര്യം എയുടെ വാല്യൂ എന്ന് പറയുന്നത് പി ഇ ബൈ കെ ടി. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ബാർ എന്ന് പറയുന്നത് എൻ പി സ്ക്വയർ ഇ ഡിവൈഡഡ് ബൈ 3 kT എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ആൽഫ ഇ ഇൻറ്റേർണൽ എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇയും ഉണ്ട്, എന്നുണ്ട്. ആൽഫ എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 kT എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് ഡൈപോളർ പോളറൈസബിലിറ്റി ആൽഫ ഡി എന്ന് പറയുന്നത് ആൽഫ 0 പ്ലസ് ആൽഫ, അതായത് ആൽഫ ഡി എന്ന് പറയുന്നത് ആൽഫ 0 പ്ലസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 kT. ഇതാണ് ലാൻജവിൻ ഡിബേ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് എൽ എ വേഴ്സസ് എ എൽ എ, ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് a/3യുടെ കർവ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ. ഇപ്പോൾ എൽ എ എന്ന് പറയുന്നത് a/3, അത് ഈ കർവാണ്. എൽ എ വേഴ്സസ് എ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് റിയൽ കർവ്. ഇത്രയാണ് ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ ആൻഡ് പോളറൈസബിലിറ്റീസ്, 3 types ഓഫ് പോളറൈസബിലിറ്റി. ഇപ്പോൾ ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ എന്താണെന്ന് നോക്കി, ആൽഫയും എപ്സിലോൺ ആർ തമ്മിലുള്ള റിലേഷൻ, പിയുടെ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്തെടുത്തു. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇലക്ട്രിക് പോളറൈസബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാം. 3 ടൈംസിൻ്റെ ഇലക്ട്രോണിക്, അയോണിക്, ഡൈപോളറിൻ്റെ സമ്മാണ്. ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ ചാർജസ്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഡിസ്പ്ലേസ് ആകുമ്പോൾ വരുന്നത് ഡയമണ്ടിലാണ് വരുന്നത്. ഫ്രീക്വൻസി വേഴ്സസ് അറ്റോമിക് പോളറൈസബിലിറ്റി കർവ് നോക്കിക്കഴിഞ്ഞാൽ ഹയർ ഫ്രീക്വൻസീസിൽ ഇലക്ട്രോണിക്സ് കാരണമാണ്. ഇനി ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടൈമിൽ മാറും. അയോണിക് പോളറൈസബിലിറ്റി നോക്കി, അയോൺസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം ആൽക്കലി ഹാലൈഡ്സും അയോണിക് സോൾട്സിലുമാണ് ഇത് പ്രസൻ്റ് ആകുന്നത്.
അയോണിക് പോളറൈസേഷൻ പി അയോൺ എന്ന് പറയുന്നത് NQD, പി അയോണിക് എന്ന് പറയുന്നത് NQD ആണ്. ഇനി പോളാർ മോളിക്യൂൾസിലാണ് വരുന്നത്. ഡൈപോൾ മൊമെൻറ്റ് ഈസ് പ്രസൻറ്റ്, ടോർക്ക് പറയണം, പൊട്ടൻഷ്യൽ എനർജി പറയണം, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ്, ബോൾസ്മാൻ ഫാക്ടർ പറയണം. ഇതിൽ നമ്മൾ ടോർക്ക് അങ്ങ് യൂസ് ചെയ്യുന്നില്ല. ഡൈപോൾ മൊമെൻറ്റും ബോൾസ്മാൻ ഫാക്ടറുമാണ് ഈ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആവറേജ് മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ പി ബാറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n.0 to π px f(θ) d⍵. താഴത്ത് f(θ) d⍵ മാത്രം. അപ്പം പി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പി കോസ് തീറ്റ, ഡി ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 2π sin θ ആണ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പി ബാർ എന്ന് പറയുന്നത് NP cos HA - 1/a. അപ്പോൾ പി ബാർ എന്ന് പറയുന്നത് ഈ കോട്ട് HA - 1/a എന്ന് പറയുന്നത് L(a) ആണ്. ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ a1/a a/3 + a³/45 + എക്സെട്ര പോവും. അതിൻ്റെ ഹയർ ടൈംസ് നെഗ്ലക്ട് ചെയ്താൽ 1/a a/3 കിട്ടും. അത് മൈനസ് ചെയ്യുമ്പോൾ കോട്ട് HA - 1/3 എന്ന് പറയുമ്പോൾ L(a) എന്ന് പറയുന്നത് a/3 കിട്ടും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എയുടെ വാല്യൂ എന്ന് പറയുന്നത് PE/kT. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ അറിയാവുന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിയും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫയുടെ വാല്യൂ p²/3kT എന്ന് കിട്ടും. ബട്ട് ആൽഫയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡൈപോളർ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് α0 + α ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇതാണ് ലാഞ്ചവിൻ-ഡിബൈ ഇക്വേഷൻ എന്ന് പറയുന്നത്. L(a) വേഴ്സസ് A എടുത്തു കഴിഞ്ഞാൽ കർവ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് a/3യുടെ വാല്യൂ. ഇത്രയാണ് ക്ലോഷ്യസ്-മസോട്ടി ഇക്വേഷൻ.